നിബി, എനിക്കൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഇലക്ഷൻ എന്നാ നടക്കാൻ പോകുന്നത്? ഇനി ഏപ്രിൽ 9. വോട്ട് എണ്ണലൊക്കെ നടക്കുന്നത് കൗണ്ടിങ് മെയ് 4. അന്ന് എന്റെ ഒരു ചോദ്യം, ഇന്നലെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ ഈ ഇലക്ഷന്റെ ഡേറ്റ് ഒക്കെ പ്രഖ്യാപിക്കാൻ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ഗണേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തെ കുറിച്ച്, മണ്ഡലമല്ല ഒരു ബൂത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ ബൂത്ത്? ഇടുക്കിയിലാണ്. ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് കൂടി അറിയപ്പെടുന്ന ഇടമലക്കുടിയാണോ? യെസ്, ഇടമലക്കുടിയാണ്. ഇപ്പൊ പരാമർശിച്ചത് ഇങ്ങനെയാണ്, ഇടമലക്കുടിയിലോട്ട് പോകണമെങ്കിൽ 30 കിലോമീറ്ററോളം. അതെ, വോട്ട് ചെയ്യാൻ ആ ബൂത്തിലേക്ക് ചെല്ലണമെങ്കിൽ 30 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഇലക്ഷന് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഓഫീസേഴ്സ് ഒക്കെ ഇല്ലേ, അവര് പോലും ഇത്രയും സഞ്ചരിക്കണം. അതിൽ 22 കിലോമീറ്റർ, അവസാനത്തെ 8 കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിക്കണം. അങ്ങനെയൊക്കെയാണ്. അത്രയും ത്യാഗം സഹിച്ചാണ് അവര് വോട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മളും, ഞങ്ങൾക്ക് വോട്ടിംഗ് പ്രായമൊന്നും ആയില്ലല്ലോ, വോട്ടുള്ള ഓരോരുത്തരും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വോട്ട് ചെയ്തിരിക്കണം. നമ്മുടെ വോട്ടവകാശം കൃത്യമായി തന്നെ ഉപയോഗിച്ചിരിക്കണം.